അത് വാളംപുളിയല്ല, മധുരമുള്ള വാളംപുളിയുടെ. കർഷകന് ആദായം കിട്ടും. നമ്മുടെ ചെടി വിൽക്കാൻ വേണ്ടി കുറച്ച് ചെടികൾ വാരി കയറ്റുകയല്ല. ശ്രീലങ്കൻ ചാമൻ നിങ്ങൾക്ക് തരാം, പക്ഷെ കേരളത്തിൽ കാഴ്ചയായിട്ട് റിപ്പോർട്ടൊന്നുമില്ല. ഞാൻ സത്യസന്ധമായിട്ട് പറയാം, കുറച്ച് കാകൾ പേടായിട്ട് വരുന്നുണ്ട്. ഞങ്ങൾ തോട്ടങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് 1 വർഷം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയാണ്. അത് നശിച്ചു പോയാൽ മാറിക്കൊടുക്കും. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ്. അതുകൊണ്ട് തോട്ടങ്ങളിൽ കളിപ്പിക്കാൻ പറ്റത്തില്ല. കായ്ക്കത്തില്ല എന്ന് വിശ്വാസമുള്ളത് ഞങ്ങൾ കായ്ക്കത്തില്ല എന്ന് തന്നെ പറയും. അഞ്ചൽ ഓർഗ പ്ലാന്റിൽ ഒരുപാട് ഈ ഫലവൃക്ഷ തൈകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതും നല്ല ആദായം ഉൽപ്പാദിപ്പിക്കുന്ന നല്ല ശരിക്കും ആരോഗ്യമുള്ള തൈകൾ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ സാബുചേട്ടൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, ഇവിടെ നമുക്ക് ഏതൊക്കെ ടൈപ്പ് പിന്നെ ഈ ഫലവൃക്ഷങ്ങളാണല്ലോ, ഫ്രൂട്ട്സ്? നമുക്ക് മാവിന്റെ തന്നെ, മാവിന്റെ കേരളത്തിന്റെ വെറൈറ്റി, തായ്ലൻഡ് വെറൈറ്റി, മാവിന്റെ അതെ, ഒരു 80 വെറൈറ്റി മാവിന്റെ വെറൈറ്റീസ്. 80 വെറൈറ്റി മാവിന്റെ, അതായത് കോട്ടർകോണം, കൊളമ്പ്, കാലാപ്പാടി, അതുപോലെ ബനാന മാങ്ങ, ബനാന പിങ്ക്, പിന്നെ നാംഡോക്കുമായി, അങ്ങനെ വരുന്ന 80 വെറൈറ്റി മാവിന്റെ വെറൈറ്റീസ് ഇപ്പം ഇവിടെ നിലവിലുണ്ട്. അത് ഹെവി പ്ലാന്റ്സും ഉണ്ട്. ഹെവി പ്ലാന്റ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക്, ഞാൻ അറിഞ്ഞത് നിങ്ങളിതിന്റെ ഫുള്ള് പ്ലാൻസ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് അതിന്റെ ഡീറ്റെയിൽസ് ഞങ്ങളുടെ ഓർഗ പ്ലാന്റ്സിന്റെ അണ്ടറിൽ വരുന്ന വേറെ സ്ഥാപനമാണ് ഗ്രീൻ ഓർഗ. അത് ഫാമിംഗ് കമ്പനിയാണ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ തരിശ് നിലങ്ങൾ കിടക്കുകയാണെങ്കിൽ, തരിശ് വസ്തുക്കൾ കിടക്കുകയാണെങ്കിൽ അത് ഞങ്ങളെ ഏൽപ്പിച്ചാൽ അത് ഞങ്ങൾ ഉത്തരവാദിത്തോടു കൂടി അതിന്റെ 1 വർഷത്തെ പരിചരണം ഉൾപ്പെടെ അത് നട്ടുകൊടുക്കും. ഏത് ചെടിയാന്നുള്ളത് ഏത് വേണമെങ്കിൽ നട്ടുകൊടുക്കും. പക്ഷെ ഞങ്ങൾ ആദ്യമേ ആ സ്ഥലം ഒന്ന് സെർച്ച് ചെയ്ത് അവിടെ എന്തൊക്കെ നടാൻ പറ്റും, വാരി വലിച്ച് നടുകയല്ല. നമ്മുടെ ചെടി വിൽപ്പനയല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. കർഷകന് ആദായം കിട്ടും. നമ്മുടെ ചെടി വിൽക്കാൻ വേണ്ടി കുറച്ച് ചെടികൾ വാരി കയറ്റുകയല്ല. ഇടയ്ക്ക് ചോദിക്കട്ടെ, ഈ നഴ്സറിയിൽ ഒരുപാട് വ്യാപകമായ തട്ടിപ്പ് നടക്കുന്നുണ്ട്. അതെ, ഇല്ലാത്ത സാധനത്തെ ഊതിപ്പെരുപ്പിച്ച്, ഞാനതൊന്നും പറയുന്നില്ല, നഴ്സറിയുടെ പേരൊന്നും പറയുന്നില്ല, ഊതിപ്പെരുപ്പിച്ച് വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ആ തട്ടിപ്പ് നടക്കുമ്പോഴാണ് ഇവിടെ ഇത്തരത്തിൽ സത്യസന്ധമായ രീതിയിൽ നമ്മുടെ ഒരു പ്രദേശം അല്ലെങ്കിൽ തരിശ് ഭൂമി ഫുള്ള് ഏറ്റെടുത്ത് 1 വർഷം കൊണ്ട് ഫുള്ള് പ്ലാൻ ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് തരുന്ന പദ്ധതിയുമായി ഓർഗ പ്ലാൻസ് അല്ലെ, ഗ്രീൻ ഓർഗ നിൽക്കുന്നത്. അപ്പം ഞാൻ അതിലേക്ക് വരാം. അപ്പം നമുക്കിവിടെ നല്ല കുറെ പ്ലാവിന്റെ തൈകളൊക്കെ നിൽക്കുന്നത്. ഇത് ഡെങ്കസൂര്യാണ്. ഡെങ്കസൂര്യ ഇതൊരു 2 വർഷം കഴിയുമ്പം ഇത് കായ്ക്കും. ഡെങ്കസൂര്യ അത് ആയിർജാക്കിന്റെ വീരണ ഏളിയുടെ പ്ലാവാണ്. താമരശ്ശേരി വരിക്കുണ്ട്, അതിന്റെ വീരണയുടെ റെഡ് ഉണ്ട്. ഇതാണോ താമരശ്ശേരി വരിക്ക? അത് വീരണയുള്ള റെഡ്, താമരശ്ശേരി വരിക്ക. അത് പിന്നെ നമുക്ക് കമ്പോഡിയൻ ജാക്കുണ്ട്, കമ്പോഡിയൻ ഓറഞ്ച് ജാക്കുണ്ട്, J83 ഉണ്ട്. ഈ ജാക്കില്ല ഇത് പക്ഷേ ഇപ്പൊ കുറച്ച് ആളുകൾ വലിയ പ്രിയമോ കൂടി വരുന്നൊരു, അത് നല്ല ടേസ്റ്റ് ആണ്. നമ്മുടെ ആയിരജാക്കിനേക്കാൾ കുറച്ചും കൂടെ നല്ല ഓറഞ്ച് കളറൊക്കെ പെട്ടെന്ന് ആകർഷിക്കും. പെട്ടെന്ന് കായ്ക്കും കേട്ടോ, പെട്ടെന്ന് കായ്ക്കും. ഇതൊക്കെ 2 വർഷത്തിനുള്ളിൽ കായ്ക്കും. അത് ജംബോട്ടിക്കയുടെ പ്ലാന്റ്സ് ആണ്. റെഡ് ഹൈബ്രിഡ് എത്തിപ്പെടുന്നത്, ജംബോട്ടിക്ക റെഡ് ഹൈബ്രിഡ് എത്തിപ്പെട്ട പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ NIT-ന്റെ 2ാം വർഷം കായ്ക്കും സാധനം. 2 വർഷം കായ്ക്കും. 3ാമത്തെ വർഷം കായ്ക്കുന്ന ഈ സാധനം. 2 വർഷവും 2ാം വർഷം കായ്ക്കും, 3ാം വർഷം കായ്ക്കും. അതിലും വലിയ പ്ലാന്റ്സ് ഉണ്ട്. അത് സ്റ്റോക്കിരിപ്പുണ്ട്, നമ്മളെ ആവശ്യങ്ങൾ കൊടുക്കാം. സ്റ്റോക്കിരിപ്പുണ്ട്, കായ്ച്ചതോ കായ്ക്കാറായതൊക്കെ ഉണ്ട്. 1 വർഷം കൊണ്ട് കായ്ക്കുന്നതൊക്കെ ഉണ്ട്. ഇത് പുലോസാന്റെ ആണ്. ഇത് 3 വർഷം കൊണ്ട് കായ്ക്കുന്നത്. ശരിക്കും തോന്നുന്നു ഈ റംബൂട്ടാൻ കുറച്ചുകൂടെ കഴിക്കാൻ കുറച്ച് സുഖം. റംബൂട്ടാനെ കഴിക്കാൻ നല്ലത് പുലോസാനാണ്. പക്ഷെ ഇതിനൊരു പ്രശ്നം വരുന്നുണ്ട്. ഞാൻ സത്യസന്ധമായിട്ട് പറയാം, കുറച്ച് കാകൾ പേടായിട്ട് വരുന്നുണ്ട്. അത് ഒരു പ്രശ്നം, ഒന്ന് പരാഗണത്തിന്റെ കുറവുണ്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട് അതിനകത്ത് സാധാ ഒരു നാടൻ ചെടി, മിക്കവാറും അതിൽ ആൺപൂക്കളായിരിക്കും, അതും കൂടെ കൊണ്ടുവച്ചാൽ നല്ലതായിരിക്കും. ആൺചെടി നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും? അതല്ല, ആൺചെടി കണ്ടുപിടിക്കുന്നത് ഇതല്ല. ഇതെല്ലാം പെൺചെടിയാണ്. ഇതെല്ലാം സ്വപരാഗണം. അതായത് പുലോസം സ്വപരാഗണം. ആൺപൂക്കളും പെൺപൂക്കളും അതിൽ തന്നെ കാണും. പക്ഷേ ആൺപൂക്കളുടെ എണ്ണം കുറയുന്നത് കൊണ്ട് പരാഗണം നടത്താനുള്ള കഴിവ് അതിൽ കുറയും. അപ്പോഴെന്ത് നമ്മൾ ചെയ്യുന്നത്, ഒരു സാധാ വിത്തിട്ട് കിളിപ്പിച്ച സീഡ്ലിംഗ് പ്ലാന്റ് കൊണ്ടുവെക്കണം. അതിൽ കിളിക്കുന്നത് ഇതായിരിക്കാം, കൂടുതലും ആൺപൂക്കളായിരിക്കാം. കൂടുതൽ വിത്തിട്ട് നമുക്ക് കിളിപ്പിച്ച എത്ര വർഷം കഴിയുമ്പോൾ? അത് 8 വർഷം 10 വർഷം. ഇത് 3 വർഷം 3.5 വർഷം കഴിയുമ്പോൾ കായ്ക്കും. പേര് തായ് പിങ്ക്, റയൽ 47. അത് ബ്ലൂ ഗോ ആണ്, നീലപ്പേരക്കയാണ് എന്റെ. അത് തന്നെ ബ്ലാക്ക് ഡയമണ്ട് വരുന്നുണ്ട്. ബ്ലാക്ക് ഡയമണ്ട് സ്റ്റോക്ക് ഉണ്ട്. അത് ഈ ഇരിക്കുന്നതെല്ലാം അവക്കാഡോ ആണ്. അവക്കാഡോസ് 3ാം വർഷം കായ്ക്കുന്നതാണ്. പൊള്ളാക്ക് ഉണ്ട്. വിയറ്റ്നാം മാൾട്ട, വിയറ്റ്നാം മാൾട്ടയുടെ ചെറിയ തൈകളാണ്. ഇത് പെട്ടെന്ന് കായ്ക്കും. ഇത് കായ്ച്ചു തുടങ്ങിയതാ. ചെറിയ തൈ വെച്ചാൽ തന്നെ 1.5 വർഷം മതി കായ്ക്കാൻ. ഇത് ഹാസ് വെറൈറ്റി അവക്കാഡോ, ഇത് പൊള്ളാക്ക് വെറൈറ്റി അവക്കാഡോ. അത് 2 വ്യത്യാസമുണ്ട്. ഹാസ് വെറൈറ്റി കുറച്ചും കൂടെ ഇത് ക്രീമി ആയിരിക്കും, കുറച്ചുകൂടെ കൂടുതലുണ്ട്, പൾപ്പ് കൂടുതലുണ്ട്. പൊള്ളാക്കിന് കുറച്ചുകൂടെ പൾപ്പ് കുറവായിരിക്കും. പക്ഷേ ടേസ്റ്റ് രണ്ടും സെയിം ആണ്.
ഓ അത് ശരി, അകത്തോട്ട് ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ്. അതല്ലയോ, ഇത് അകത്തോട്ട് കയറിയ ഇതെന്തോ ഇത്? അത് അപ്പൊ ഇതിന് തന്നെ വലിയ പൊള്ളാക്കിന്റെ വലുതാണ്. ചെറിയ കുറ്റി അത് ബുഷ് ഓറഞ്ച് ആണ്. ബുഷ് ഓറഞ്ച് അത് ഇവിടെ പണ്ട് തൊട്ടേ വന്ന സംഭവമാണ്. ബുഷ് ഓറഞ്ച് പക്ഷേ ഇപ്പൊ മിക്ക വീടുകളിൽ ഇത് വാങ്ങിച്ചു വെക്കണ്ട. അത് നമുക്ക് പിഴിഞ്ഞു കുടിക്കാനേ പറ്റത്തുള്ളൂ. പിഴിഞ്ഞു കുടിച്ച് മധുരമായിട്ട് കുടിക്കുക. അത്രേ ഉള്ളൂ. ഭയങ്കര പുളിയാ. ഇതിന്റെ മധുരമുള്ള സാധനം ഇറങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ കാഴ്ചയായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓപ്പണായിട്ട് പറയാ. ചെടിക്കച്ചവടം ചെയ്യാനാണെങ്കിൽ നമ്മൾ പറയുമല്ലോ. ഇത് ഉമ്മർ ചാമ്പ, ബാലി ചാമ്പ, വല്ലി ചാമ്പ. അതെ, ഇത് ഓൾറെഡി കാഴ്ച തുടങ്ങിയതാ. വീട്ടിൽ കൊണ്ട് വെക്കുമ്പോൾ വീണ്ടും ഒരു വർഷം കഴിഞ്ഞാൽ അത് വീണ്ടും കായ്ക്കും. ഇതൊക്കെ ഇതെല്ലാം നല്ല കിടക്ക തൈകളാണല്ലോ. ക്വാളിറ്റി ഉണ്ടോ? വീട്ടിന് മുമ്പിൽ വെക്കാൻ പറ്റുന്ന സാധനം. അത് ഒരു ഇതേ ഉള്ളൂ. അത് വാളംപുളി അല്ല, മധുരമുള്ള വാളംപുളിയുടെ മധുരമുള്ള വാളംപുളി. അത് ശരി, അത് മധുരമുള്ള വാളംപുളി. ഇതൊക്കെ റംബൂട്ടാനാ? അത് റംബൂട്ടാന്റെ പഴയ ലോഡാണ്. ഇന്ന് വരുന്നത് അല്ല, മാതളം. പിന്നെ വരുന്ന ഫ്രൂട്ട്സ് ഇത് കണ്ടോ, ഇത് ദുരിയന്റെ ഗ്രാഫ്റ്റ് ആണ്. ദുരിയന്റെ ബഡാണ്. സോറി, ദുരിയന്റെ ബഡാണ്. ദുരിയൻ ഫ്രൂട്ട് ബഡാണ്. ഇതിന് 5 വർഷം, ഇനി പിന്നെ 5 വർഷം എടുക്കും. അത് സ്ട്രോബെറി പേര. സ്ട്രോബെറി പേര ഫ്രഷ് ആണ്, ഫുൾ ഫ്രഷ് ആണ്. വീട്ടില് പഴത്തോടെ ചെയ്യുമ്പോൾ ഉൾപ്പെടുത്താൻ സാധനങ്ങളാണ് ഇതൊക്കെ. പിന്നെ നമ്മുടെ സീറ്റമ്പഴം. ഇതൊക്കെ പൂവല്ല, ഓൾഡ് വെറൈറ്റി ആണ്. അത് ഹൈറ്റ് വെക്കാതെ അരി കുറവാണ്, നല്ല പൾപ്പുണ്ടായിരിക്കും ഇതിനകത്ത്. സാധാ അമ്പഴം പോരല്ല. ഇതവിടെ മാവിന്റെ ഇതിന്റെ സ്റ്റോക്ക് ഒരു 1000 സ്റ്റോക്ക് പുറത്തവിടെ ഉണ്ട്. സിന്ദൂരം അത് നമുക്ക് കുറ്റാടിത്തെങ്ങളാണ്. കുറ്റാടിത്തെങ്ങൾ ഇഷ്ടംപോലെ എടുക്കാൻ പറ്റും. നമുക്ക് സ്റ്റോക്ക് വന്നോണ്ടിരിക്കും. തെങ്ങിന്റെ കാര്യം ചോദിക്കുക. ഈ ശ്രീലങ്കയിൽ ശ്രീലങ്കൻ തെങ്ങ് എന്നൊക്കെ പറഞ്ഞ് വ്യാപകമായ പരസ്യം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ശ്രീലങ്കൻ തെങ്ങിനാണോ? യഥാർത്ഥത്തിൽ ശ്രീലങ്കയിൽ കായ്ക്കുന്ന ഒരു നാടൻ വെറൈറ്റി തെങ്ങാണ് ശ്രീലങ്കൻ ജാവ കോക്കട്ട് വെറൈറ്റി. ഇത് 3 വർഷം കൊണ്ടൊന്നും കായ്ക്കില്ല. നമ്മുടെ നാടൻ തെങ്ങനെ കിടക്കും 4-5 വർഷം കൊണ്ടേ കായ്ക്കുള്ളൂ. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് വലിയ തേങ്ങയായിരിക്കും. ശല്യം കുറവാണ്. ഇല്ലെന്നല്ല, കുറവാണ്. പ്രതിരോധശേഷി കൂടുതലാണ്. ശ്രീലങ്കയിലുള്ള ഇന്ത്യയിലുണ്ടോ? അത് ഇപ്പം ഇന്ത്യയിലോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞൊരു ഒരു പ്രശസ്തി ഉണ്ട്. പക്ഷെ അതിനകത്ത് ചില തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ചിലതല്ല, വ്യാപകമായ തട്ടിപ്പ് നടക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പറയും ശ്രീലങ്കൻ ജാമ നിങ്ങൾക്ക് തരാം, പക്ഷെ കേരളത്തിൽ കാഴ്ചയായിട്ട് റിപ്പോർട്ടൊന്നുമില്ല. പക്ഷെ പല വീട്ടിലും വലിയ തേങ്ങകൾ കാഴ്ചരിപ്പുണ്ട്. അത് ശ്രീലങ്കൻ ജാവ ആണോ എന്ന് നമുക്ക് 100% പറയാൻ പറ്റും. അപ്പൊ നമുക്കൊരു NRIs ഒരു പ്രവാസി വിചാരിക്കുകയാണ്, എനിക്ക് കുറച്ച് ഒരു 2-3 ഏക്കർ വസ്തുവുണ്ട്, അവിടെ നമുക്ക് ഈ നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ് ചെയ്ത് റെഡിയാക്കണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്? ഞങ്ങൾ ആദ്യമേ ആ സ്ഥലം പോയി കാണും. അവിടെ അതിൻ്റെ മണ്ണിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ചുറ്റും നിൽക്കുന്ന മരങ്ങൾ, അതിൻ്റെ പ്രദേശത്തിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ വ്യാപാര വിപണന സാധ്യതയുള്ള ഏരിയ, ഇതെല്ലാം നോക്കും. എന്നിട്ട് ഞങ്ങൾ സജസ്റ്റ് ചെയ്യും, ഞങ്ങളുടെ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യും. അവരുമായിട്ട് ചർച്ച ചെയ്ത് ഒരു എഗ്രിമെൻറ്റ്, 1 വർഷത്തെ 2 വർഷത്തെ എഗ്രിമെൻറ്റ് തയ്യാറാക്കിയാണ് ഞങ്ങൾ അവിടെ ചെടി നടുന്നത്. ചെടി നടുമ്പോൾ ഓരോ ചെടിക്കും ഓരോ രീതിയിലുള്ള പരിപാലനമാണ്. അകലങ്ങൾ ഓരോ ചെടിക്കും ഓരോ രീതിയിലുള്ള അകലങ്ങളാണ്. അതനുസരിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അത് 1 വർഷം വരെയാണ് എങ്കിൽ 1 വർഷം വരെ റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി ഉണ്ട്. അതുപോലെ തന്നെ 1 വർഷത്തെ മെയിൻ്റെനൻസ് നമ്മൾ എഗ്രിമെൻറ്റ് പറഞ്ഞിരിക്കും. അതിൻ്റെ മെയിൻ്റെനൻസ് എന്തൊക്കെ ചെയ്യണമെന്നുള്ള എഗ്രിമെൻറ്റ് പറഞ്ഞിരിക്കും. അത് നശിച്ചു പോയില്ലേ ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്, ഞങ്ങളുടെ ഉത്തരവാദിത്തം. ഇത് ചെടികൾ വിറ്റ് കാശുണ്ടാക്കി കളഞ്ഞിട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമല്ല. അങ്ങനെയുള്ള ധാരാളം തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഈ കർഷകർക്ക് ചെടികൾ കൊണ്ട് നട്ടുവെച്ചിട്ട് പിന്നെ തിരിഞ്ഞു നോക്കാറില്ല. ഒരുപക്ഷെ അങ്ങനെ തരിശായി കിടക്കുന്ന ധാരാളം സ്ഥലങ്ങളും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓർഗയെ ഏൽപ്പിക്കൂ. കൃത്യമായും നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച് തരുന്ന ഒരു നല്ല ഒരു പ്രോജക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. കൃത്യമായും നിങ്ങളുടെ ആ സ്വപ്നങ്ങൾ നമ്മൾ ശരിക്കും ഫലപ്രദമാക്കി തരും. അതിൽ നിന്ന് ഫലം എടുത്ത് നിങ്ങളുടെ കയ്യിൽ തരും. ഇന്നാ പിടിച്ചു എന്ന് പറഞ്ഞല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് 4 വർഷം 5 വർഷം ഞങ്ങൾ അത്രയും എത്ര വീടെങ്കിലും ഞങ്ങൾ നോക്കാം. നിങ്ങളെ ശരിക്കും തോട്ടം നിർമ്മിച്ചു തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ കാട് മൂടി കിടക്കുവാണോ, നിങ്ങളുടെ അവിടെ നട്ട വൃക്ഷങ്ങളൊന്നും കിളിക്കാതെയോ അല്ലെങ്കിൽ ഫലം തരാതെ നിൽക്കുവാണോ, നിങ്ങൾ വിഷമിക്കുകയേ വേണ്ട. അതിന് നമുക്ക് മറ്റൊരു മറുമരുന്നുണ്ട്. ഗ്രീൻ ഓർഗയെ ഏൽപ്പിക്കൂ, വൃത്തിയാക്കി തരും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആ പ്ലാന്റ് നമ്മൾ അവിടെ അല്ലയോ ഫലങ്ങൾ കായ്പിച്ച് വിളവെടുത്ത് നിങ്ങളെ ഏൽപ്പിച്ചു തരും. ചെയ്യേണ്ട പരിചരണ രീതിയുണ്ട്. അത് ഞങ്ങൾ ആ ഒരു ചാർട്ട് പ്രകാരം അത് പരിചരിച്ച് വൃത്തിയാക്കി നിങ്ങളുടെ കയ്യിൽ തരും. അതാണ് ഓർഗ അഞ്ചൽ.